വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഈ മണിക്കൂറിൽ ആദ്യം. സമസ്തയുടെ 100ാം വാർഷിക പരിപാടിയിൽ നിന്നും വിട്ടുനിന്ന് മുസ്ലിം ലീഗ്. ഉദ്ഘാടനത്തിനു ശേഷം സംസാരിക്കേണ്ടിയിരുന്ന ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പരിപാടിക്കെത്തിയില്ല. PK കുഞ്ഞാലിക്കുട്ടിയും പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്ത പരിപാടിയിലാണ് ലീഗിന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടത്. അർജുൻ ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഇന്നലെ തന്നെ ഈ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, ശ്രദ്ധിക്കപ്പെട്ടതാണ് ലീഗിന്റെ അസാന്നിധ്യം. എപ്പോഴും സമസ്ത ലീഗ് പ്രശ്നം, ഒരു പ്രശ്നം തീരുന്നു മറ്റൊരു പ്രശ്നം വരുന്നു, അങ്ങനെ പരിഹരിക്കപ്പെടാത്ത നീളുകയാണ് എപ്പോഴും ലീഗ് സമസ്ത തർക്കം. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിഷയം, അത് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്നാണ് ലീഗിന്റെ അസാന്നിധ്യം, പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കത്തിനിൽക്കുന്ന ഈ ഒരു സാഹചര്യം കൂടി. സേതു, തീർച്ചയായും സമസ്തയെ സംബന്ധിച്ചിടത്തോളം തന്നെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് 100ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് സമസ്ത. അതിനോടനുബന്ധിച്ച് നടത്തിയ സ്വാഗത സംഘം രൂപീകരണവും പിന്നീട് ഒരു പ്രകാശനവും ആ ചടങ്ങിലാണ് പ്രധാനപ്പെട്ടതായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തത്. വളരെ പ്രധാനപ്പെട്ട ചടങ്ങായി സമസ്ത തന്നെ കണ്ട പരിപാടിയായിരുന്നു. പക്ഷേ ആ പരിപാടിക്കകത്താണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഒരു അസാന്നിധ്യം ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. അതിലെടുത്ത് പറയേണ്ടത് പാണക്കാട് അബ്ബാസ് അലി തങ്ങളാണ്. അതായത് മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്, പാണക്കാട് കുടുംബാംഗമാണ്. സാദിഖ് അലി തങ്ങൾ വരാത്ത പരിപാടിയിൽ, സാദിഖ് അലി തങ്ങളുടെ അസാന്നിധ്യത്തിൽ പാണക്കാട് നിന്ന് പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട അംഗം എന്ന നിലയ്ക്കാണ് അബ്ബാസ് അലി തങ്ങൾ എത്തേണ്ടിയിരുന്നത്. ഒപ്പം തന്നെ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ള പ്രഭാഷണം നടത്തേണ്ടിയിരുന്നതും അബ്ബാസ് അലി തങ്ങളാണ്. പക്ഷേ അബ്ബാസ് അലി തങ്ങൾ ഈ പരിപാടിക്ക് പങ്കെടുത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ പരിപാടി തുടങ്ങുന്ന ഘട്ടത്തിലെ അനൗൺസ്മെൻറ്റിലൊക്കെ നമ്മൾ കേട്ടതാണ് അബ്ബാസ് അലി തങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു സ്വാഗതം പറയുന്ന തുടക്കത്തിലെ അനൗൺസ്മെൻറ്റിലൊക്കെ നമ്മൾ കേട്ടത്. പക്ഷേ അദ്ദേഹത്തിന് അസൗകര്യമുണ്ട്, അതുകൊണ്ട് എത്തില്ല എന്നുള്ളതാണ് പിന്നീട് ലഭിച്ച വിശദീകരണം. നേരത്തെ നിലമ്പൂരിലും അബ്ബാസ് അലി തങ്ങൾ UDFന്റെ കൺവെൻഷനിൽ പങ്കെടുക്കാത്തത് വലിയ വിവാദമായിരുന്നു. പാണക്കാട് നിന്ന് ഒരു കുടുംബാംഗം പോലും പങ്കെടുക്കാത്ത പരിപാടി എന്ന നിലയ്ക്ക് അത് പിന്നീട് വിവാദമാവുകയും പിന്നീട് അദ്ദേഹത്തെ മറ്റൊരു പരിപാടിയിലേക്ക് പ്രത്യേകമായി കൊണ്ടുവരേണ്ടിയും വന്ന അവസ്ഥയുണ്ടായി. അതുപോലെ ഇപ്പോൾ സമസ്ത സംഘടിപ്പിച്ച സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ പരിപാടിയായിട്ട് കാണണം. അത് ഉദ്ഘാടനം ചെയ്ത, അല്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പങ്കെടുത്ത പരിപാടിയായിരുന്നു. അതിനകത്താണ് മുസ്ലിം ലീഗിനെ പാണക്കാട് കുടുംബത്തെ പോലും പ്രതിനിധീകരിച്ചു വരേണ്ടിയിരുന്ന അബ്ബാസ് അലി തങ്ങൾ പങ്കെടുക്കാതിരുന്നത്. ഒപ്പം തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ആ നോട്ടീസിൽ ഉണ്ടായിരുന്നത്. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടിയും ഈ പരിപാടിക്ക് എത്തിയിട്ടില്ല. അത് നിലമ്പൂരിലെ പ്രചരണമാണെന്ന തരത്തിൽ വിശദീകരിക്കാമെങ്കിൽ കൂടിയും അവിടെ ഏറ്റവും സജീവമായി ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തലസ്ഥാനത്തെത്തി ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല ലീഗ് പക്ഷത്തുള്ള, സമസ്തയിലെ ലീഗ് പക്ഷത്തുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഈ പരിപാടിക്ക് എത്തിയിട്ടില്ല. അത് നോട്ടീസിൽ പേര് വെച്ചിട്ടുള്ള ലീഗ് പക്ഷക്കാരായിട്ടുള്ള നേതാക്കളും ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് എന്നുള്ളതാണ് ഈ പരിപാടിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ പാണക്കാട് കുടുംബാംഗം, പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ലീഗ് പക്ഷത്തെ പ്രധാനപ്പെട്ട സമസ്ത പക്ഷക്കാർ, അങ്ങനെയുള്ള ആളുകളാണ് വിട്ടുനിന്നത് എന്നതാണ് ശ്രദ്ധേയം. ഓക്കെ അർജുൻ, വ്യക്തമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സമസ്തയുടെ പരിപാടിയിലെ ലീഗിന്റെ അസാന്നിധ്യം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തതാണ്.